വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG എൻട്രൻസിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി കുട്ടികളുടെ ഭാഗത്ത് വന്നിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് കോഴ്സസിന് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ അതിൽ എംകോമിന് എൻട്രൻസിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ, ദെൻ അത് ഇവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും, ദെൻ ഏത് രീതിയിലുള്ളൊരു അപ്രോച്ചാണ് ഈ എൻട്രൻസിന് നമ്മൾ കൊടുക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എംകോമിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. ക്ലാസ് കേട്ട് ഡൗട്ട് ഉള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ BCOMോ അല്ലെങ്കിൽ BBO പഠിച്ച് കഴിഞ്ഞ് ഇരിക്കുന്ന കുട്ടികളാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PGക്ക് നമ്മൾ എംകോമിൻ്റെ കാര്യത്തിലോട്ടാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ സ്ഥാപനം അതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എംകോമിന് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ, യൂണിവേഴ്സിറ്റിയുടെ നേരിട്ടിട്ട് കൊടുക്കുന്ന ക്യാമ്പസിലോ അല്ലെങ്കിൽ പഠന വകുപ്പുകളുണ്ട്, അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ള. അതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ അപ്ലൈ ചെയ്യാം, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എങ്ങനെ കിട്ടും, ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചു, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ BCom BBA കഴിഞ്ഞു ഞങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഞങ്ങൾക്ക് ഈ എൻട്രൻസിൻ്റെ ആവശ്യമുണ്ടോ? ഇനി അതല്ല, എൻ്റെ വീട് തൃശ്ശൂരാണ്, ഞാൻ തൃശ്ശൂർ കോളേജിൽ ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ് കോളേജ് കുട്ടനല്ലൂരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കോളേജസ് ഉണ്ട്, അവിടേക്കൊക്കെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കോളേജിൽ. സോ എനിക്ക് ഈ എൻട്രൻസിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പഠന വകുപ്പുകൾ, അപ്പോൾ യൂണിവേഴ്സിറ്റി നേരിട്ടിട്ട് കൊടുക്കുന്ന പഠന വകുപ്പുകളാണ്. ക്യാമ്പസിൽ ആവട്ടെ, അതല്ലെങ്കിൽ സബ് സെൻറ്ററുകളുണ്ട്, അവിടേക്കാണ് നിങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ നിർബന്ധമായും ഈ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യണം, എൻട്രൻസിന് അപ്ലൈ ചെയ്യണം. എക്സാം എഴുതി ലിസ്റ്റിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റാങ്കുള്ള കുട്ടികൾക്ക് അവിടെ ലഭിക്കൂ. സോ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക, ഏതാണ് പാറ്റേൺ, ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഡയറക്ടർ ഓഫ് അഡ്മിഷൻ. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ മുകളിൽ റൈറ്റ് സൈഡിൽ തന്നെ കിടക്കുന്നുണ്ട്, CUCAT 2024 അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ അഡ്മിഷന് ക്ലിക്ക് ചെയ്താൽ കണ്ടോ CUCAT ഇവിടെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ കണ്ടോ, ന്യൂലി സാങ്ഷൻ PG ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാംസ്, അതിൻ്റെ പ്രസ് റിലീസ് നോട്ടിഫിക്കേഷനാണ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡഡ് ടിൽ 26/4/2024. അപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 26/4/2024 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്യേണ്ട കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് തന്നെ ക്ലിക്ക് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിനെക്കുറിച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. സോ ഞാൻ അതിലോട്ട് പോകുന്നില്ല. ദെൻ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ അറിയാൻ സാധിക്കും. ഓരോ കമ്മ്യൂണിറ്റി വൈസ് ഫീ കൺസെഷൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. ഇനി അതിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും ഇവിടെ തന്നെ അവൈലബിൾ ആണ്. മനസ്സിലാവുണ്ടോ? ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ പ്രോഗ്രാമിലോട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇതൊക്കെ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ്. അതിൽ നമ്മുടെ കോഴ്സ് വരുന്നത് MCOM ആണ്. സോ MCOM കണ്ടോ, MCOMൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് 3 വർഷത്തെ. അതിൽ 2 വർഷത്തെ നോക്കിയിട്ടേ കാര്യമുള്ളൂ കേട്ടോ. കാരണം ലാസ്റ്റ് 2 വർഷമായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ
ചേഞ്ച് ചെയ്തിട്ടുള്ള. ആദ്യം 100 മാർക്കിലായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ 400 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ചിട്ട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2023, 22, 21 100 മാർക്കിൻ്റെ ആയിരുന്നു. 22ഉം 23 കാര്യങ്ങൾ 2022 പാറ്റേൺ ചേഞ്ചായി. ഞാൻ എന്തായാലും ആ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ MCOMൻ്റെ ഇപ്പോൾ 2023 ഇതിവിടെ ക്ലിക്ക് ചെയ്താൽ കണ്ടോ, ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. PG or Integrated PG Entrance Examination April 2023. Maximum 400 marks. Each question carries 4 marks. 4 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്. ദെൻ റോങ് ആൻസർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 1 മാർക്ക് ഡിഡക്റ്റ് ചെയ്യും. നെഗറ്റീവ് മാർക്സ് ഉണ്ട് അവിടെ, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇനി ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മളതിൻ്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇപ്പം നിങ്ങൾ ഓൾറെഡി ഡിഗ്രിക്ക് പഠിച്ച കാര്യങ്ങളുടെ ഇതാണ്. ബിക്കോസ് നമുക്ക് ഇതൊക്കെ അങ്ങനെ കവർ ചെയ്ത് ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതൊക്കെ കവർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ, അക്കൗണ്ടിങ് ഫോർ എംപ്ലോയി ബെനിഫിറ്റ്സ് ഡെൽറ്റ ഇൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതാണ്, അതുപോലെ തന്നെ QT റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം. എന്തായാലും QT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസർച്ച് മെത്തഡോളജി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അക്കൗണ്ടിങ് എന്തായാലും ഉണ്ടായിരിക്കും. ഒരുപാട് ചോദ്യങ്ങൾ കണ്ടോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതിൽ ഈ പറയുന്ന QTക്കും റിസർച്ച് മെത്തഡോളജി, അക്കൗണ്ടിങ്, ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിരിക്കണം. ഇ-കോമേഴ്സ് കേട്ടോ, അതിനുള്ള നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ടാക്സ്, GSTയുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഇതാ വന്നിരിക്കുന്നു കുറച്ച് കണ്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഏതാണ് വരാമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മൾ സബ്ജക്റ്റിനെ പറ്റിയിട്ട് ദെൻ അക്കൗണ്ടിങ്ങിൽ തന്നെ മാർജിനൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം, കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം. ഓക്കെ, ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഞാനതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. എല്ലാ സബ്ജക്ട്സും നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ട് വരും. കണ്ടോ, ദെൻ എക്കണോമിക്സ് വരുന്നുണ്ട്, മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള സബ്ജക്ട്സ് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മാർക്കറ്റിംഗ് വരുന്നുണ്ട്, HR ഉണ്ട്. ഒരു ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ലാസ്റ്റ് 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ അവൈലബിൾ ആണ്. കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ചു തന്നു. 2022ഉം 2023 നിങ്ങൾക്ക് നോക്കാം. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിപ്പറേഷൻസിലോട്ട് നിങ്ങൾക്ക് പോകുകയും ചെയ്യാം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു എൻട്രൻസ് MCOMനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതല്ലാണ്ട് കോളേജിലേക്ക് ട്രൈ ചെയ്യുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് ട്രൈ ചെയ്യുന്ന കുട്ടികൾ, നിങ്ങൾ ഈ എൻട്രൻസിന് അപ്പിയർ ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, പഠന വകുപ്പിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരാം. അതർവൈസ് വേണ്ട കേട്ടോ. ഏതൊക്കെ കോഴ്സസെന്നും അതിൻ്റെ പ്രസ് റിലീസ് ഡീറ്റെയിൽസൊക്കെ ഇതിലുണ്ട്. കാലിക്കറ്റ് സർവകലാശാല പഠന വകുപ്പുകളിൽ 24-25 അധ്യയന വർഷത്തേക്ക് പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ പുതിയതായി ആരംഭിക്കുന്ന കോഴ്സിലേക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് 26-ാം തീയതിയാണ് ഈ മാസം. അപ്ലൈ ചെയ്യുക, അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് CU CET 2024-25 ഡീറ്റെയിൽസ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്ന് ലഭിക്കും, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് 3 വർഷത്തെ ഡൗൺലോഡ് ചെയ്യാം. അത് നോക്കിയാൽ തന്നെ ഏകദേശം ചോദ്യങ്ങൾ വരുന്ന രീതികൾ നിങ്ങൾക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വരുന്നുണ്ട്. ടാക്സ്, ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഉണ്ട്. എല്ലാ അക്കൗണ്ടിങ്, കോസ്റ്റ് മാനേജ്മെൻറ്റ്, ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ഇതെല്ലാതും വരുന്നുണ്ട്. മാർക്കറ്റിംഗ്, HR, പിന്നെ എക്കണോമിക്സ് വരുന്നുണ്ട്, ബിസിനസ് മാനേജ്മെൻറ്റ്, എല്ലാ സബ്ജക്ട്സും. ഇ-കോമേഴ്സിനെ റിലേറ്റ് ചെയ്തുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഒരു ഐഡിയ ലഭിക്കും. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ, നെഗറ്റീവ് മാർക്സ് ഉണ്ട്. അറിയുന്നത് മാത്രം കുത്തിപ്പോരാ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട്
ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്ഥാപനം എംകോമിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ നിങ്ങൾക്ക് റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ കോളേജിലേക്ക് നോക്കുന്ന കുട്ടികളാണെങ്കിലും ഡിസ്റ്റൻസ് ആയി പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും കേട്ടോ. അത് ജൂൺ മാസത്തിലൊക്കെ ആയിരിക്കും നമ്മുടെ നോട്ടിഫിക്കേഷൻ അതിന് വരാം. ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അപ്പോൾ സാധിക്കും കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയസ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.